Hello dear ones, welcome to teachenglish.com. Unit 2, The Frames, Second Lesson, My Sister's Shoes എന്ന തിരക്കഥയാണ് നാം ഇന്ന് വായിക്കുന്നത്. പ്രോജക്റ്റ് ടൈഗർ എന്ന ലേഖനം നാം വായിച്ചു. തൻ്റെ ഒരു ചിത്രത്തിൽ ഒരു കടുവയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യജിത് റേയും അദ്ദേഹത്തിൻ്റെ ടീമും പരിശ്രമിച്ച വിധം നാം കണ്ടു. ഒരു സിനിമയിൽ ഓരോ സന്ദർഭത്തിനുമനുസരിച്ച് അഭിനേതാക്കൾ എന്തു പറയണം ചെയ്യണം എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഒരു തിരക്കഥയെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തിരക്കഥ വായിച്ചിട്ടുണ്ടോ? വിശ്രുത ഇറാനിയൻ സിനിമാ നിർമ്മാതാവ് മാജിദ് മജീദിയുടെ ബച്ചേ ഹയേ ആസ്മാൻ എന്ന ഫീച്ചർ ഫിലിമിൽ നിന്നെടുത്ത ഒരു ഭാഗം ഇതാ. മൈ സിസ്റ്റേഴ്സ് ഷൂസ് from Children of Heaven, directed by Majid Majidi. Scene 1, Cobbler's Shop, ചെരുപ്പുകുത്തിയുടെ കട. Close-up of a cobbler stitching a girl's shoe. ചെരുപ്പുകുത്തി ഒരു പെൺകുട്ടിയുടെ ഷൂ തുന്നുന്ന സമീപദൃശ്യം. Only the pink shoe and the cobbler's hands are in the frame. ഫ്രെയിമിൽ പിങ്കു നിറത്തിലുള്ള ഷൂവും ചെരുപ്പുകുത്തിയുടെ കൈകളും മാത്രമേ കാണുന്നുള്ളൂ. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work. ക്യാമറ പിറകോട്ട് മധ്യദൂരത്തേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ പൊക്കം കുറഞ്ഞ കസേരയിലിരുന്ന് അലി ചെരുപ്പുകുത്തി ജോലി ചെയ്യുന്നത് നോക്കി നിൽക്കുന്നത് കാണാം. The cobbler finishes stitching the shoe, picks up the other one of the pair and hands them both to Ali. ചെരുപ്പുകുത്തി ജോലി പൂർത്തിയാക്കി ജോഡികളിലെ മറ്റേ ചെരുപ്പും എടുത്ത് രണ്ടും കൂടി അലിക്ക് നൽകുന്നു. Cobbler: That will be 30 tumans. 30 tumans. Tumans എന്നുള്ളത് ഇറാനിലെ പഴയ കറൻസിയാണ്. അലി താങ്ക് യു gives money to the cobbler. ചെരുപ്പുകുത്തിക്ക് പണം നൽകിക്കൊണ്ട് അലി നന്ദി പറയുന്നു. Cobbler: Here is your change. ബാക്കി ഇതാ. Picks up coins from the money box to give it to Ali. അലിക്ക് നൽകാനായിട്ട് പണപ്പെട്ടിയിൽ നിന്നും നാണയങ്ങൾ എടുക്കുന്നു, അത് നൽകുന്നു. Cut to the street outside. പുറത്തുള്ള തെരുവിലേക്ക് ക്യാമറ നീങ്ങുന്നു. ഈ ഭാഗത്ത് നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം. The scene begins with a close-up shot. ഈ സീൻ തുടങ്ങുന്നത് ഒരു ക്ലോസപ്പ് ഷോട്ടോട് കൂടിയാണ്. What frame would a filmmaker normally use when the characters speak? Here cobbler and Ali. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഫ്രെയിമാണ് കാണിക്കുക? Answer: They would use an extreme close-up shot. വളരെ സമീപത്ത് നിന്നെടുത്ത ഷോട്ടുകളാണ് അവർ ഉപയോഗിക്കുന്നത്. സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്. റോഡിന് അപ്പുറത്ത് നിന്നുള്ള ദൃശ്യം, തെരുവിന് അപ്പുറത്ത് നിന്നുള്ള ദൃശ്യം. ദ കോബ്ലേഴ്സ് ഷോപ്പ് വേർ അലി ആൻഡ് കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. ചെരുപ്പുകുത്തിയും ഇരിക്കുന്ന ചെരുപ്പുകുത്തിയുടെ കട അവിടെ നിന്ന് കാണാം. ടു ദ റൈറ്റ് ഓഫ് ദ കോബ്ലേഴ്സ് ഷോപ്പ് ഈസ് എ ഡോർ with a curtain hanging on it which appears to open into a row house. ആ കടയുടെ വലതുഭാഗത്ത് ഒരേ നിരയിൽ തൊട്ടുകിടക്കുന്ന വീടുകളിലേക്കെന്ന വണ്ണം തുറക്കുന്ന കർട്ടൻ തൂക്കിയ ഒരു വാതിൽ കാണാം. അലി ഈസ് ലീവിംഗ് ദ ഷോപ്പ്. അലി കടയിൽ നിന്നിറങ്ങി പോകുന്നു. അലീസ് വോയിസ്. അലിയുടെ ശബ്ദം. താങ്ക് യു, നന്ദി. ദ കോബ്ലേഴ്സ് വോയിസ്. ചെരുപ്പുകുത്തിയുടെ ശബ്ദം. യു ആർ വെൽക്കം, ഗുഡ് ബൈ. ശരി, ഗുഡ് ബൈ എന്ന് പറയുന്നു. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ്പ് ടു ദ കർട്ടൻഡ് ഡോർ, ലിഫ്റ്റ്സ് ദ കർട്ടൻ ആൻഡ് ഗോസ് ഇൻ. ആസ് അലി കംസ് ഔട്ട് ഓഫ് ദ കോബ്ലേഴ്സ് ഷോപ്പ്, putting the shoes into a small black bag in his hand, walks down the street and moves out of the frame on the left. അലി ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂസ് ഒരു കറുത്ത ചെറിയ സഞ്ചിയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു.
തെരുവിലൂടെ നടന്ന് ഫ്രെയിമിന്റെ ഇടതുഭാഗത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ കക്ഷത്ത് ഒരു പൊതിയുമായി ഒരാൾ കർട്ടൻ തൂക്കിയ വാതിൽ ലക്ഷ്യമാക്കി നടക്കുന്നു. കർട്ടൻ ഉയർത്തി അയാൾ അകത്തേക്ക് പോകുന്നു. Second question. Apart from the cobbler's shop, what other details do you get about the space in which the action in scene first take place? കോബ്ലറുടെ ഷോപ്പിന് പുറമെ സ്ഥലത്തെക്കുറിച്ചുള്ള വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഒന്നാമത്തെ സീൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ആൻസർ. To the right of the cobbler's shop, there is a door with a curtain hanging on it. കോബ്ലറുടെ ഷോപ്പിന് വലതുഭാഗത്ത് കേർട്ടൻ തൂങ്ങുന്ന ഒരു ഡോറുണ്ട്. ആ ഡോറ് റോ ഹൗസിലേക്ക് നയിക്കുന്ന വഴിയാണെന്ന് തോന്നപ്പെടുന്നു. Third question. How many characters are introduced in scene first? Who are they? Answer. 2 characters are introduced in scene first. One is Ali. The other one is the cobbler. Scene 2. Bakery. Inside the bakery, shots of bread being baked. Close-up of a hand putting into the stove kneaded flour spread on a baking board and taking out the baked naan. ബേക്കറിക്കുൾവശം റൊട്ടി ചുടുന്നത് കാണാം. വറകല്ലിൽ കുഴച്ച മാവ് പരത്തി അടുപ്പിലേക്ക് വെക്കുകയും പാകമായ നാൻ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന കൈകളുടെ ക്ലോസപ്പ്. The camera pans slightly to the right to show Ali picking up the naan dropped by the cook and stacking them on a cloth spread on a wooden plank. ക്യാമറ സാവധാനം വലതുവശത്തേക്ക് നീങ്ങി അലി പാചകക്കാരൻ താഴേക്കിടുന്ന നാൻ പെറുക്കിയെടുത്ത് ഒരു പലകയുടെ മുകളിൽ വിരിച്ച തുണിയിൽ അടുക്കി വെക്കുന്നത് കാണാം. The camera moves back to show Ali and 3 cooks sitting around the stove, kneading and putting it inside the stove. ക്യാമറ പുറകോട്ട് നീങ്ങുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ അലിയെയും അടുപ്പിന് ചുറ്റുമിരുന്ന് മാവ് കുഴക്കുകയും അത് പാകം ചെയ്യുകയും ചെയ്യുന്ന 3 പാചകക്കാരെയും കാണിക്കുന്നു. Ali finishes stacking the naan and ties up the clothes into a bundle. നാൻ അടുക്കി വെച്ച് കഴിഞ്ഞ അലി തുണി ഒരു ഭാണ്ഡമാക്കി കെട്ടുന്നു. Question 4. In scenes 1 and 2, close-up shots of the hands of cobbler and Ali are shown. Do they serve any purpose? Explain. Answer. The close-up shots of the hands of the cobbler and Ali show that their skillful working and how efficiently the two work. അലിയുടെയും കോബ്ലറുടെയും കൈകൾ എത്ര കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. Scene 3. The footpaths outside the bakery. ബേക്കറിക്ക് പുറത്തുള്ള നടപ്പാത. A small group of men are waiting in a queue outside the bakery to buy naan. ബേക്കറിക്ക് പുറത്ത് നാൻ വാങ്ങാനായി ക്യൂവിൽ കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു ചെറിയ കൂട്ടം. The outline of building in the street is seen in the distance. അകലെയായി തെരുവിലെ കെട്ടിടങ്ങളുടെ രേഖാരൂപം കാണാം. Ali is seen coming out from the bakery into the footpath, the parcel of naan in his right hand and the parcel of shoes in his left. അലി ബേക്കറിയിൽ നിന്നും നടപ്പാതയിലേക്ക് വരുന്നതായി കാണുന്നു. അവൻ്റെ വലതുകൈയിൽ നാനിൻ്റെ പൊതിയും ഇടതുകൈയിൽ ചെരുപ്പുകളുടെ സഞ്ചിയുമുണ്ട്. He crosses the pavement and walks into a vegetable store. അവൻ നടപ്പാത മുറിച്ചു കടന്ന് ഒരു പച്ചക്കറി കടയിലേക്ക് പോകുന്നു. He places the bundle of naan on the top of a pile of boxes of vegetables stacked in front of the shop and the bag of shoes in
the small gap between two boxes. കടയുടെ മുന്നിൽ അടുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അടങ്ങിയ പെട്ടികളുടെ മുകളിൽ നാനിന്റെ പൊതിയും 2 പെട്ടികൾക്കിടയിലുള്ള വിടവിൽ ചെരുപ്പിന്റെ സഞ്ചിയും അവൻ വെക്കുന്നു. On the sound track, a hawker's voice is heard, salt, salt for trade. സൗണ്ട് ട്രാക്കിൽ ഒരു വഴിവാണിഭക്കാരന്റെ ശബ്ദം കേൾക്കുന്നു. ഉപ്പ് വേണോ? ഉപ്പ് വിൽപ്പനയ്ക്ക്. The shopkeeper is seen standing behind the counter. കൗണ്ടറിന്റെ പിറകിൽ കടക്കാരനെ കാണാം. അലി to the shopkeeper, അസ്സലാമു അലൈക്കും. അക്ബർ അക്ക, I need some potatoes. കടക്കാരനോട് സലാം പറയുന്നു. അക്ബർ അക്ക, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. Akbar, the shopkeeper, gives Ali a small black bag to put potatoes in. അക്ബർ അലിക്ക് ഉരുളക്കിഴങ്ങിടാനായിട്ട് ഒരു ചെറിയ കറുത്ത സഞ്ചി നൽകുന്നു. Ali starts picking the large wholesome potatoes in a box at the top of the heap. അലി ഏറ്റവും മുകളിലെ പെട്ടിയിൽ നിന്നും കേടില്ലാത്ത വലിയ ഉരുളക്കിഴങ്ങുകൾ എടുക്കാൻ തുടങ്ങുന്നു. അക്ബർ, Not those kids. Pick some down there. അതല്ല കുട്ടി, താഴെ നിന്നും എടുത്തോളൂ. Ali moves to his right, squats down and fills the bag with smaller potatoes from a box on the floor. Close-up of Ali picking the potatoes. അലി വലതുഭാഗത്തേക്ക് നീങ്ങി താഴെ കുനിഞ്ഞിരുന്ന് നിലത്ത് വെച്ച പെട്ടിയിൽ നിന്നും ചെറിയ ഉരുളക്കിഴങ്ങുകൾ എടുത്ത് സഞ്ചിയിലിടുന്നു. ഉരുളക്കിഴങ്ങ് പെറുക്കുന്ന അലിയുടെ ക്ലോസപ്പ്. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെന്റ്. നടപ്പാതയിൽ നിന്നും കടയിലേക്കുള്ള ദൃശ്യം. എ മാൻ പുഷിംഗ് എ ഹാൻഡ് കാർട്ട് ഫിൽഡ് വിത്ത് ജങ്ക് enters the frame from the right and stops in front of the shop. ആക്രി സാധനങ്ങൾ നിറച്ച കൈവണ്ടിയും ഉന്തിക്കൊണ്ട് വലതുഭാഗത്ത് നിന്നും ഫ്രെയിമിലേക്ക് പ്രവേശിച്ച് കടയുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. The junk collector loudly to the shopkeeper, Assalamu alaikum, with your permission. ആക്രി പെറുക്കുന്നയാൾ ഉച്ചത്തിൽ കടക്കാരനോട് പറയുന്നു, അസ്സലാമു അലൈക്കും, വിത്ത് യുവർ പെർമിഷൻ, താങ്കളുടെ പെർമിഷനോടെ, അനുവാദത്തോടു കൂടി ഇത് എടുത്തോട്ടെ. The junk collector picks up the bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throw them into the cart. ആക്രി പെറുക്കുന്നയാൾ പച്ചക്കറി പെട്ടികൾക്കടുത്ത് നിലത്ത് ചിതറിക്കിടക്കുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ കെട്ടുകൾ എടുത്ത് കൈവണ്ടിയിലേക്ക് എറിയുന്നു. He sees Ali's parcel of shoes. അയാൾ അലിയുടെ ചെരുപ്പിന്റെ പൊതിക്കെട്ട് കാണുന്നു. Taking it for junk, he picks it up and puts it in the cart. അത് ആക്രി സാധനമാണെന്ന് കരുതി എടുത്ത് അയാൾ വണ്ടിയിൽ വെക്കുന്നു. The junk collector, goodbye. ആക്രി കടക്കാരൻ ഗുഡ് ബൈ പറയുന്നു. അക്ബർ, ഗുഡ് ബൈ. The junk collector leaves. ആക്രി പെറുക്കുന്നയാൾ രംഗം വിടുന്നു. 5ാമത്തെ ചോദ്യം. Where is the location shifted to? Answer. The location is shifted to the footpath outside the bakery. ലൊക്കേഷൻ എങ്ങോട്ടാണ് മാറിയത്? കടക്ക് പുറത്തുള്ള ഫുട്പാത്തിലേക്കാണ് ലൊക്കേഷൻ മാറിയത്. 6th question. What could be the camera movement in this scene? ഈ ഒരു സീനിൽ, 3ാമത്തെ സീനിൽ ക്യാമറയുടെ ചലനം ഏത് തരത്തിലുള്ളതാണ്? Why is the camera moved in this manner? എന്തുകൊണ്ടാണ് ക്യാമറ ഈ നിലക്ക് മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത്? Answer. The camera's movement in this scene is zoom. സൂമിംഗ് ആണ്. ക്രെയിൻ ഷോട്ടാണ്. ഏറ്റവും മുകളിൽ നിന്നുള്ള ഷോട്ടാണ്. It is moved in this manner to show the details of footpaths and the vegetable shop.
ഫുട്പാത്തിലും വെജിറ്റബിൾ ഷോപ്പിൻ്റെയും പൂർണ്ണമായ ചിത്രങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സൂം ചെയ്തുകൊണ്ട് ക്യാമറ നീങ്ങുന്നത്. കട്ട് വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. കടയുടെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യം. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. പണമെണ്ണിക്കൊണ്ട് അക്ബർ ഫ്രെയിമിന്റെ ഇടത്തേ അറ്റത്ത് നിൽക്കുന്നു. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ്. അലി സഞ്ചിയിൽ ഉരുളക്കിഴങ്ങ് നിറക്കുന്ന ദൃശ്യത്തിലേക്ക് വീണ്ടും. അലി ഫിനിഷസ് ഫില്ലിംഗ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. അലി ബാഗിൽ ഉരുളക്കിഴങ്ങ് നിറച്ച് തൂക്കമറിയാനായി അക്ബറിന്റെ കൈകളിൽ കൊടുക്കുന്നു. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. അക്ബർ തൂക്കമറിയാനായിട്ട് അല്പസമയം ആ സഞ്ചി കൈകളിൽ തൂക്കി നിർത്തിയിട്ട് അലിക്ക് തിരികെ നൽകുന്നു. അക്ബർ 65 2 65 2. അലി മൈ മം സെഡ്സ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. അത് ഞങ്ങളുടെ പറ്റു കണക്കിൽ ചേർക്കാൻ അമ്മ പറഞ്ഞു. അക്ബർ ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. കടത്തിന്റെ പരിധി കഴിഞ്ഞെന്ന് അമ്മയോട് പറയൂ. അതിന്റെ ഒരു ഭാഗമെങ്കിലും അവർ തന്നേ പറ്റൂ. അലി ഓൾ റൈറ്റ്. ഹി ടേൺസ് ടു ഗോ. ശരി, അവൻ പോകാനായി തിരിയുന്നു. കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. കടയുടെ പുറത്ത് നിന്നുള്ള ദൃശ്യം. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ഹി ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. അലി കടയുടെ മുൻവശത്തുള്ള പെട്ടികളുടെ കൂട്ടത്തിനടുത്തേക്ക് ചെല്ലുകയും നാനിന്റെ പൊതിയെടുത്ത് ചെരുപ്പിന്റെ സഞ്ചിക്ക് വേണ്ടി നോക്കുകയും ചെയ്യുന്നു. Unable to find it, he places the bag of naan atop of the vegetable boxes and begins to search underneath. അത് കണ്ടെത്താൻ കഴിയാതെ അവൻ നാനിന്റെ പൊതി പച്ചക്കറി പെട്ടിയുടെ മുകളിൽ വെച്ച് അതിനടിയിൽ തിരയാൻ തുടങ്ങി. First he puts his hand and then his head in the gap between boxes of vegetables, which upsets them all. പച്ചക്കറി പെട്ടികൾക്കിടയിലുള്ള വിടവിലേക്ക് ആദ്യം തന്റെ കൈയും പിന്നെ തലയും അവൻ ഇട്ടു നോക്കുന്നു. തകിടം മറിയുന്നു. വെജിറ്റബിൾ ബോക്സസ് tumble and vegetables scatter on the ground. പച്ചക്കറി പെട്ടികൾ ഉരുണ്ടു വീണ് പച്ചക്കറികൾ നിലത്ത് ചിതറുന്നു. On hearing the sound, Akbar comes running from the inside of the shop and sees the vegetables strewn on the ground. ശബ്ദം കേട്ട് അക്ബർ കടയുടെ അകത്ത് നിന്നും പുറത്തേക്ക് ഓടി വരികയും തറയിൽ ചിതറിക്കിടക്കുന്ന പച്ചക്കറികൾ കാണുകയും ചെയ്യുന്നു. അക്ബർ annoyed, what the hell are you doing here? Why did you spill these? Are you crazy? ദേഷ്യത്തോടുകൂടി അയാൾ ചോദിക്കുന്നു, എന്ത് നാശമാണ് നീ ഇവിടെ ചെയ്യുന്നത്? എന്തിനാണ് ഈ പച്ചക്കറികൾ ചിതറിയത്? ഭ്രാന്തുണ്ടോ നിനക്ക്? അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്. കുറ്റബോധത്തോടുകൂടി, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്. എൻ്റെ സഹോദരിയുടെ ചെരുപ്പുകൾ കാണാനില്ല. അക്ബർ ഗെറ്റ് ലോസ്റ്റ്, ബീറ്റ് ഇറ്റ്. പോയി തുലൈ, വേഗം സ്ഥലം കാലിയാക്ക്. ബീറ്റ് ഇറ്റ് മീൻസ് ലീവ് എ പ്ലേസ്. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ. ഞാൻ എൻ്റെ സഹോദരിയുടെ ചെരുപ്പുകൾ ഇവിടെയാണ് വെച്ചത്. അക്ബർ ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്. പോകാനല്ലേ പറഞ്ഞത്. ബാങ്സ് ഹിസ് ഫീസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്. പെട്ടിയുടെ അടുക്കിന് മുകളിൽ അയാൾ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു. അലി റൺസ് അവേ സ്കെയർഡ്. അലി പേടിച്ച് ഓടി മറയുന്നു. Question 7. What are the events taking place in scene 3? മൂന്നാമത്തെ സീനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ.
Ali enters the vegetable shop to buy potatoes. ഉരുളക്കിഴങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ട് അലി പച്ചക്കറിക്കടയിലേക്ക് പ്രവേശിക്കുന്നു. എ ജങ്ക് കളക്ടർ ഈസ് കളക്ടിങ് ദ ജങ്ക്. ഒരു ആക്രി ശേഖരിക്കുന്നയാൾ വന്നുകൊണ്ട് ആക്രി പെറുക്കുന്നു. Then Ali searching for his sister's shoes, scattering vegetables in his attempts. അലി തൻ്റെ സഹോദരിയുടെ ചെരുപ്പുകൾക്ക് വേണ്ടി പരതുന്നു. അതിനിടയിൽ വെജിറ്റബിൾസ് പച്ചക്കറികൾ ചിതറുന്നു. ഇത്രയുമാണ് മൂന്നാമത്തെ സീനിൽ സംഭവിക്കുന്നത്. 8th question. Which of the events is crucial in bringing about a twist in the narrative? ഈ കഥയിൽ ആകസ്മികമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിൽ നിർണായകമായ സംഭവങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ആൻസർ: ജങ്ക് കളക്ടർ ടേക്സ് അവേ ദ പാർസൽ കണ്ടെയ്നിങ് അലീസ് സിസ്റ്റേഴ്സ് ഷൂസ്. അലിയുടെ സഹോദരിയുടെ ചെരുപ്പുകൾ അടങ്ങിയ പൊതിക്കെട്ട് ആക്രി പെറുക്കുന്നയാൾ എടുത്തു കൊണ്ടുപോകുന്നതാണ് നിർണായകമായ സംഭവം. Scene 4. Ali's house. Middle distance shot of Ali and his sister Zahra reading their textbooks, kneeling on the mattress. മെത്തയിൽ മുട്ടുമടക്കിയിരുന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന അലിയുടെയും സഹോദരിയുടെയും മധ്യദൂര ഷോട്ടുകൾ. A baby's cry is heard faintly on the sound track. സൗണ്ട് ട്രാക്കിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ അവ്യക്തമായി കേൾക്കാം. The camera closes in on Zahra, who is writing in a book, mumbling the words as she writes. നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സഹ്റയുടെ അടുത്തേക്ക് ക്യാമറ നീങ്ങുന്നു. എഴുതുമ്പോൾ അവൾ പിറുപിറുക്കുന്നുണ്ട്. അലി: How am I going to school without shoes? അലി: ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? The camera moves back to middle distance. ക്യാമറ തിരിച്ച് മധ്യദൂരത്തിലേക്ക് നീങ്ങുന്നു. Now both Zahra and Ali are in the frame. ഇപ്പോൾ ഫ്രെയിമിൽ അലിയും സഹ്റയും. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. റൂമിന്റെ മറ്റേ അറ്റത്ത് നിന്നും ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദവുമായി കൂടിച്ചേർന്ന് അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണം കേൾക്കുന്നു. Mother off screen: Go to your company store tomorrow. We don't have any formula left. അമ്മ സ്ക്രീനിന് പുറത്തുനിന്നും. ശബ്ദം: നാളെ നിങ്ങൾ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ ഒന്ന് പോകണം. ചെറിയ കുട്ടിക്കുള്ള ബേബി മിൽക്ക് കഴിഞ്ഞു. Zahra passes her notebook to Ali. സഹ്റ അവളുടെ നോട്ട്ബുക്ക് അലിക്ക് കൊടുക്കുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ: ഡോണ്ട് വറി. അച്ഛൻ ഫ്രെയിമിന് പുറത്തു നിന്നും: നീ അതോർത്ത് വിഷമിക്കേണ്ട. ഫാദർ ഓഫ് സ്ക്രീൻ: റഹീം അക്കാസ് വൈഫ് ഹാസ് എ സ്ലിപ്ഡ് ഡിസ്ക്. സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. റഹീം അക്കയുടെ ഭാര്യയുടെ ഡിസ്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അത് വഷളായി. Question 9. What impression do you get about the financial status of Ali's family? Support your answer with evidences from the script. അലിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിന് പിൻബലമായിട്ട് കഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്ത് സമർത്ഥിക്കുക. ആൻസർ: Ali's family is in a poor financial status. Ali to Akbar: My mum said to put it on our tab. Akbar: Tell her your account has reached its limit. She should pay at least a part of it. Then Ali's conversation with Zahra: Zahra, if you tell Dad, he will beat both of us because he doesn't have money to buy a pair of shoes. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. അലിയും സഹോദരിയും പരസ്പരം നോക്കുന്നതിൻ്റെയും
അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണം ശ്രവിക്കുന്നതിൻ്റെയും മാറി മാറിയുള്ള ക്ലോസപ്പുകൾ. കട്ട് ടു, രംഗം മാറുന്നു. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ എ ബെഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം, ലീനിങ് ബാക്ക് അഗൻസ്റ്റ് ടു propped up pillows. ഫ്രെയിമിന്റെ ഇടത്തെ അറ്റത്ത് കിടക്കയിൽ രണ്ട് തലയണകളിൽ ചാരിയിരിക്കുന്ന അമ്മയുടെ മധ്യദൂര ഷോട്ട്. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. കിടക്കയുടെ അപ്പുറം ചുവരിന് അടുത്തായി ഒരു കസേരയിലിരുന്ന് കടുപ്പമുള്ള തടിക്കഷ്ണങ്ങൾ ഒരു കട്ടയിൽ വെച്ച് ചുറ്റിക കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് അവരുടെ അച്ഛൻ. Behind him are two ledges on which are seen some vessels and clothes. അദ്ദേഹത്തിന്റെ പിറകിൽ രണ്ട് തട്ടുകളിലായി കുറച്ച് പാത്രങ്ങളും വസ്ത്രങ്ങളും കാണാം. Father, you should learn to live with it. നീ ഈ അസുഖവും കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. കട്ട് ടു, രംഗം മാറുന്നു. ക്ലോസപ്പ് ഓഫ് അലി റീഡിംഗ് ഫ്രം ദ ബുക്ക് സഹ്റ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സഹ്റ കൈമാറിയ നോട്ട് ബുക്കിൽ നോക്കി വായിക്കുന്ന അലിയുടെ ക്ലോസപ്പ്. മദർ ഓഫ് സ്ക്രീൻ. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനോ? അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ ബുക്ക്. അലി നോട്ട് ബുക്കിൽ എഴുതാൻ തുടങ്ങുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, സ്ക്രീനിന് വെളിയിൽ നിന്നും. വെൽ, ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. ജോലി ചെയ്യുന്നത് ഡോക്ടർ വിലക്കിയിട്ടുണ്ട്. അലി റൈറ്റ്സ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. Mumbling the words as he writes, and passes the notebook to Zahra. Close-up of the notebook. വീട്ടിൽ ധരിക്കുന്ന സ്ലിപ്പർ ധരിച്ച് നിനക്ക് സ്കൂളിൽ പോകാം എന്നെഴുതി അലി നോട്ട്ബുക്ക് സഹ്റക്ക് നൽകുന്നു. നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ്. മദർ ഓഫ് സ്ക്രീൻ. കോക്കബ് ഖാനംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. കോക്കബ് ഖാനോമിന്റെ സഹോദരിക്ക് ഓപ്പറേഷൻ ചെയ്തു, അവർ സുഖമായിരിക്കുന്നു. കട്ട് ടു, ക്ലോസപ്പ് ഓഫ് സഹ്റ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. നോട്ട്ബുക്ക് എടുത്ത് അലി അതിലെഴുതിയത് വായിക്കുന്ന സഹ്റയുടെ ക്ലോസപ്പ്. ഫാദർ ഓഫ് സ്ക്രീൻ. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. ഓപ്പറേഷനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയേ വേണ്ട. ഓൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സഹ്റ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. സഹ്റയും അലിയും പരസ്പരം നോക്കുന്നതിന്റെ ക്ലോസപ്പുകൾ. ഫാദർ ഓഫ് സ്ക്രീൻ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. നീ മുടന്തിയാവുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹ്റ റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. സഹ്റ നോട്ട് ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസപ്പ്. 10. What interesting strategy does the director make use of in presenting the talks between Ali and his sister? Why do you think they communicate in such a way? അലിയും അവന്റെ സഹോദരിയും തമ്മിലുള്ള സംഭാഷണം അവതരിപ്പിക്കാൻ സംവിധായകൻ ഏത് തന്ത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് അവർ ഈ തരത്തിൽ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ. Ali and his sister talk by writing in their notebooks. നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടാണ് അലിയും തന്റെ സഹോദരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത്. So that their parents think that they are busy studying. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ കരുതുക അവർ പാഠങ്ങൾ പഠിക്കുകയാണ് എന്നാണ്. At the same time, the writer is able to present two scenes and dialogues. അതേസമയം തന്നെ സിനിമയിൽ രണ്ട് സീനുകളും സംഭാഷണങ്ങളും കാണിക്കാൻ കഴിയുകയും ചെയ്യുന്നു. On the screen, Ali and his sister, and off the screen, their parents. സ്ക്രീനിൽ അലിയെയും സഹോദരിയെയും കാണിക്കുമ്പോൾ ഓഫ് സ്ക്രീനിൽ അവരുടെ പാരൻസിന്റെ സംഭാഷണവും നടക്കുന്നു. Mumbling as she writes, Ali,
You have some nerve. You lost my shoes. I'll tell Dad. Quick close-up of Ali looking at Zahra. She passes the notebook to Ali. Close-up of the notebook. എഴുതുമ്പോൾ അവൾ പിറുപിറുക്കുന്നുണ്ട്. അലി, നീ ഉചിതമല്ലാതെ പെരുമാറുന്നു. അച്ഛനോട് ഞാൻ പറയും. അലി സഹ്റയെ നോക്കുന്നതിൻ്റെ പെട്ടെന്നുള്ള ക്ലോസപ്പ്. അവൾ അലിക്ക് നോട്ട് നൽകുന്നു. നോട്ട് ബുക്കിൻ്റെ ക്ലോസപ്പ്. The conversation of their parents continues on the sound track, now less audible, interspersed by the beat of the hammer on the block. Close-up of Ali writing in the notebook. സൗണ്ട് ട്രാക്കിൽ കട്ടയിൽ ചുറ്റികയടിക്കുന്നതിൻ്റെ ശബ്ദവുമായി കൂടിക്കലർന്ന് അവരുടെ മാതാപിതാക്കളുടെ സംസാരം തുടരുന്നത് അവ്യക്തമായി കേൾക്കാം. അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ്. Two close-ups of father working on the other end of the room, looking at the camera, interspersed with close-ups of Ali and Zahra, and a middle-range shot showing them. അലിയുടെയും സഹ്റയുടെയും ക്ലോസപ്പുകളോട് കൂടിച്ചേർന്ന് മുറിയുടെ മറ്റേ അറ്റത്ത് ക്യാമറയിലേക്ക് നോക്കി ജോലി ചെയ്യുന്ന അച്ഛൻ്റെ 2 ക്ലോസപ്പുകൾ, അലിയെയും സഹ്റയെയും കാണിക്കുന്ന ഒരു മധ്യദൂര ഷോട്ട്. Ali writes in the notebook and passes it to Zahra. അലി നോട്ട്ബുക്കിൽ എഴുതി സഹ്റക്ക് നൽകുന്നു. Zahra reads what Ali has written in the notebook in a whisper. അലി നോട്ട്ബുക്കിൽ എഴുതിയത് പതിഞ്ഞ ശബ്ദത്തിൽ സഹ്റ വായിക്കുന്നു. Zahra, if you tell Dad, he'll beat both of us. സഹ്റ, നീ അച്ഛനോട് പറഞ്ഞാൽ അദ്ദേഹം നമ്മെ 2 പേരെയും അടിക്കും. Because he doesn't have money to buy you a pair of shoes. കാരണം നിനക്കൊരു ജോഡി ചെരുപ്പ് വാങ്ങാൻ അച്ഛൻ്റെ കയ്യിൽ പണമില്ല. Zahra writes, then what should I do in the notebook and passes it to Ali. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് നോട്ട്ബുക്കിൽ എഴുതി സഹ്റ അത് അലിക്ക് കൈമാറുന്നു. Ali writes, you can wear my sneakers and passes the notebook back. നിനക്കെൻ്റെ സ്നീക്കേഴ്സ്, കട്ടി കുറഞ്ഞ സ്പോർട്സ് ഷൂ ധരിക്കാം എന്നെഴുതി നോട്ട്ബുക്ക് അലി സഹ്റക്ക് നൽകുന്നു. സഹ്റ റൈറ്റ്സ്, I'll wear them when you are back from school. നീ സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഞാനത് ധരിക്കാം എന്ന് സഹ്റ എഴുതുന്നു. Sound of a hammer is used deliberately in this scene. What effect does it produce? ഈ സീനിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് ഫലമാണ് അത് ഉളവാക്കുന്നത്? ആൻസർ, യെസ്, the sound of the hammer is used deliberately. ഹാമറിൻ്റെ ശബ്ദം മനഃപൂർവ്വമായിട്ടാണ് കേൾപ്പിക്കുന്നത്. So that the viewer could focus more on Ali and Zahra. കാഴ്ചക്കാരന് അലിയിലും സഹ്റയിലും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ദിസ് സിംബലൈസസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് എ ഹാപ്ലെസ് ഫാമിലി. ഗതികെട്ട ഒരു കുടുംബത്തിൻ്റെ ഹാർട്ട് ബീറ്റായിട്ട് ഈ ചുറ്റികയടി സിംബലൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. Question 12. Apart from showing the characters, does the director make use of any visual image to add on to what he intends to communicate? Cite an example and say what effect it produces. കഥാപാത്രങ്ങളെ നേരിൽ കാണിക്കുന്നത് കൂടാതെ ഏതെങ്കിലും വിഷ്വൽ ഇമേജ് ഉപയോഗിക്കുന്നതിലൂടെ സംവിധായകൻ തൻ്റെ ആശയം വിനിമയം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് എന്ത് ഫലമാണ് അത് ഉളവാക്കുന്നത് എന്ന് സമർത്ഥിക്കുക. ആൻസർ, യെസ്, ഹി മേക്സ് യൂസ് ഓഫ് സം വിഷ്വൽ ഇമേജസ്. അദ്ദേഹം ചില വിഷ്വൽ ഇമേജസ്, ദൃശ്യബിംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. Those visual images describe the poverty of the family. ആ ദൃശ്യബിംബങ്ങൾ ഈ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു. During the passing of the notebook back and forth
Only the notebook in close-up and hands are visible in the frame. നോട്ട് ബുക്കുകൾ പരസ്പരം കൈമാറുമ്പോൾ നോട്ട് ബുക്ക് മാത്രം ക്ലോസപ്പിലും കൈകൾ ഫ്രെയിമിലും കാണപ്പെടുന്നു. ക്ലോസപ്പ് ഓഫ് സഹ്റ റൈറ്റിംഗ്. സഹ്റ നോട്ട് ബുക്കിൽ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ്. ദ സ്റ്റെബ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്സ്. പെൻസിലിൻ്റെ മുനയൊടിയുന്നു. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട് ബുക്ക് ഫോർ ഹെർ ടു റൈറ്റ്. അലി അവൾക്ക് എഴുതാനായി തൻ്റെ പെൻസിൽ നോട്ട് ബുക്കിൽ വെക്കുന്നു. സഹ്റ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. സഹ്റ പെൻസിൽ എടുക്കുന്നില്ല. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ലൈയിങ് ഓൺ ദ നോട്ട് ബുക്ക്. നോട്ട് ബുക്കിൽ പെൻസിലിൻ്റെ ക്ലോസപ്പ്. മാജിദ് മജീദിയുടെ ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഫീച്ചർ ഫിലിമിൻ്റെ ഒരു ഭാഗമാണ് മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന പേരിൽ നമുക്ക് പഠിക്കാനായി ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. നമസ്കാരം.